ഇന്ത്യൻ ICC കോമ്പറ്റീഷൻ ഇനി ഒരു ബുക്ക് ഇറക്കിയാലും അടിപൊളിയായിരിക്കും. കാരണം പറയാൻ ഒരുപാടുണ്ട്. 2022 ഇംഗ്ലണ്ടിനോട് തോറ്റ ഇന്ത്യൻ ടീം അവിടെ നിന്ന് ഇങ്ങോട്ട് T20 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ കൾച്ചർ തന്നെ മാറുന്ന കാഴ്ച. T20 ക്രിക്കറ്റിലല്ല, ഒരു പക്ഷേ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൻ്റെ കൾച്ചർ മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2022 ആ ഒരു തോൽവിക്ക് ശേഷം 2023 ഫൈനൽ വരെ എത്തി ഇന്ത്യ വേൾഡ് കപ്പ് കൈവിടുന്ന അത് നമ്മൾ കണ്ടു. എന്നാൽ 2024 ഒരു തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. യെസ്, ഇന്ത്യൻ മെൻസ് ടീം വൺ ദ T20 വേൾഡ് കപ്പ് ഫോർ ദ സെക്കൻഡ് ടൈം ഇൻ ദ ഹിസ്റ്ററി. അതിനുശേഷം 2025 ജനുവരി ഫെബ്രുവരി മാസത്തിൽ ചാമ്പ്യൻസ് ട്രോഫി നേടുകയാണ്. അതും സെമി ഫൈനലിൽ ഓസ്ട്രേലിയ തോൽപ്പിക്കുന്നു, ഫൈനലിൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചുകൊണ്ട്. T20 വേൾഡ് കപ്പും ചാമ്പ്യൻസ് ട്രോഫിയും നേടി 2025 എന്ന വർഷം തീരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ വുമൻസ് ടീം വേൾഡ് കപ്പ് നേടുന്നത് നമ്മൾ കണ്ടു. 2024 തന്നെ അണ്ടർ-19 വുമൻസ് ടീം ഓൾറെഡി വേൾഡ് കപ്പ് നേടിയിരുന്നു. അങ്ങനെ 2026 നമ്മൾ രംഗപ്രവേശനം ചെയ്യുന്നത് തുടക്കത്തിൽ തന്നെ നമ്മുടെ കൗമാര താരങ്ങൾ വേൾഡ് കപ്പ് നേടുന്നത് കണ്ടിട്ടാണ്. യെസ്, അണ്ടർ-19 മെൻസ് വേൾഡ് കപ്പ്, അതിൻ്റെ ചാമ്പ്യൻസ് ഇന്ത്യയായിരുന്നു. 2026 ഇപ്പോൾ എഴുതാം, അതിന് ഒന്നര മാസത്തിന് ശേഷം നമ്മുടെ മെൻസ് സീനിയർ ടീം T20 വേൾഡ് കപ്പ് അടിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. കഴിഞ്ഞൊരു 3-4 കൊല്ലത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ കൾച്ചർ മാത്രമല്ല വളർച്ചയിൽ ഒരുപാട് വ്യത്യാസം വന്നിരിക്കുകയാണ്. ഒരുപാട് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സൈഡായി ഇന്ത്യ മാറുന്നു. ഇതേ ഡോമിനേഷൻ ടെസ്റ്റിലും ഇനി ICC 50 ഓവർ വേൾഡ് കപ്പിലും ഇന്ത്യക്ക് നടത്താൻ സാധിച്ചാൽ വി ആർ ഗോയിങ് ടു ഏൺ സംതിങ് ഡിഫറെൻറ്റ്. കാരണം ചരിത്രത്തിൽ ഇങ്ങനെയൊരു ടീം ഉണ്ടാകാൻ തന്നെ സാധ്യതയില്ല. ഇനി അങ്ങോട്ട് നമ്മുടെ കാലമായിരിക്കും. അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.